നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. സൗദിയിൽ ശക്തമായ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നുണ്ടെന്നാണ് ആദ്യത്തെ വാർത്ത. സാധാരണ ഇതിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ എപ്പോഴും ലാസ്റ്റാണ് പറയാം, അവസാനമാണ് പറയാം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. സൗദിയിൽ പ്രളയം തന്നെ ഉണ്ടായിരിക്കുന്നു, പല വാഹനങ്ങളും ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്ത വരികയാണ്. അതിലേക്ക് കടക്കാം. അതും പ്രാർത്ഥിച്ച് മഴ പെയ്തു. അതെ, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കൊക്കെ എന്തുമാത്രം ശക്തി ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. സൗദിയിലെ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ അനുഭവപ്പെട്ട കനത്ത മഴയിൽ റോഡ് ഗതാഗതം താറുമാറായി. ഗ്രാൻഡ് മോസ്കിന് ചുറ്റുമുള്ള പ്രദേശം ഉൾപ്പെടുന്ന മധ്യ മക്കയിൽ ശക്തമായ കാറ്റാണ് അനുഭവപ്പെട്ടത്. മക്കയിലും പരിസര പ്രദേശങ്ങളിലും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മഴയിൽ മക്കയിലെ ഒട്ടേറെ റോഡുകൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഇവിടങ്ങളിൽ പാർക്ക് ചെയ്തിരുന്ന ഒട്ടേറെ വാഹനങ്ങൾ ഒലിച്ചുപോയി. ദക്ഷിണ മക്കയിലെ ദിഫാഖ് ജില്ലയിലാണ് പൊടിക്കാറ്റും പേമാരിയും കൂടുതൽ നാശമുണ്ടാക്കിയത്. താഴ്ന്ന പ്രദേശങ്ങൾ, താഴ്വരകൾ, തുരങ്കങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പോകരുതെന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ കഴിയുന്നവർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും നിർദ്ദേശമുണ്ട്. തിങ്കൾ വരെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ശക്തമായ മഴയും പൊടിക്കാറ്റും അനുഭവപ്പെടും. ദൂരക്കാഴ്ച കുറയുന്നതിനാൽ മക്ക, ജിദ്ദ, തായിഫ് പ്രദേശങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. അതേസമയം സൗദിയിലെ ഹറം പള്ളികളിൽ മഴയ്ക്ക് വേണ്ടി നടന്ന പ്രത്യേക പ്രാർത്ഥനയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തിരുന്നു. പ്രവാചകചര്യ പിന്തുടർന്ന് മഴയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്ന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് കഴിഞ്ഞ ദിവസം വിശ്വാസികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബുധനാഴ്ച രാത്രി രാജ്യത്തൊട്ടാകെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടത്തിയത്. മക്ക ഡെപ്യൂട്ടി ഗവർണർ പ്രിൻസ് സൗദ് ബിൻ മിഷാലിന്റെ നേതൃത്വത്തിൽ മക്കയിലെ മസ്ജിദുൽ ഹറമിലും മദീനയിലെ മസ്ജിദു നബവിയിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനയിൽ പങ്കാളികളായിരുന്നു. മക്കയിലെ ഹറം പള്ളിയിൽ നടന്ന നമസ്കാരത്തിന് ഹറം ഇമാം ഡോക്ടർ യാസർ അൽ ദേസരി നേതൃത്വം നൽകി. മദീനയിലെ മസ്ജിദുൽ നബവിയിൽ ഷെയ്ഖ് അഹമ്മദ് ഫുദൈഫിയാണ് നേതൃത്വം നൽകിയത്. എന്തായാലും പ്രാർത്ഥന കേട്ടു, ദൈവം കേട്ടിരിക്കുകയാണ് പ്രാർത്ഥന. എന്തായാലും മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം. എന്തായാലും മറ്റു വാർത്തയിലേക്ക് കൂടി കടക്കുകയാണ്. ചരക്കു നീക്കത്തിന് സ്വയം നിയന്ത്രിത കാർഗോ ഡ്രോൺ ഇറക്കി അബുദാബി. ഹിലി എന്നു പേരിട്ട ഡ്രോണിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. അലൈനിലെ എമിറേറ്റ്സ് ഫാൽക്കൺ ഏവിയേഷനിൽ നടന്ന ചടങ്ങിൽ രാജകുടുംബാംഗങ്ങളും മുതിർന്ന ഉദ്യോഗസ്ഥരും സാക്ഷികളായിരുന്നു. പൂർണ്ണമായും അബുദാബിയിൽ നിർമ്മിച്ച കാർഗോ ഡ്രോണിന്റെ പരീക്ഷണയോട്ടം വിജയിച്ചതോടുകൂടി UAE വ്യോമയാന രംഗത്തെ സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടതായാണ് അധികൃതർ പ്രഖ്യാപിക്കുന്നത്. AI ലോജിസ്റ്റിക് ഡെലിവറി സൊല്യൂഷനുകളിൽ വൈദഗ്ധ്യം നേടിയ അബുദാബി ആസ്ഥാനമായുള്ള കമ്പനി ലോഡ് ആണ് സർവീസിന് ചുക്കാൻ പിടിച്ചത്. ലോഡ് ഓട്ടോണോമസ് CEO റാഷിദ് അൽ മനായി, ഷെയ്ഖ് സാഹിദ് ബിൻ മുഹമ്മദ് ബിൻ സാഹിദ് അൽ നഹിയാൻ, ക്യാപ്റ്റൻ, UAE പ്രസിഡന്റിന്റെ സ്ട്രാറ്റജിക് റിസർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് ടെക്നോളജി അഫയേഴ്സ് ഉപദേഷ്ടാവും നൂതന സാങ്കേതിക കൗൺസിൽ സെക്രട്ടറി ജനറലുമായിട്ടുള്ള ഫൈസൽ അബ്ദുൾ അസീസ് അൽ ബനായി എന്നിവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. UAE ലോകത്തിനായി സ്വയം നിയന്ത്രിത ഡ്രോണുകളും വിമാനങ്ങളും രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുക എന്നതിന്റെ സാക്ഷാത്കാരമായിട്ടാണ് ഇത്. ഇതൊരു ദേശീയ കണ്ടുപിടുത്തമായാണ് കണക്കാക്കുന്നത്. 2.5 വർഷത്തെ അധ്വാനത്തിന്റെ ഫലം കൂടിയാണിത്. നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ നവംബറിൽ പരീക്ഷണ പറക്കൽ നടത്തുമെന്ന വാഗ്ദാനം പാലിച്ചതായി റാഷിദ് അൽ മനായി പറയുന്നു. 6 മാസത്തെ പരീക്ഷണത്തിനൊടുവിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ സേവനം ആരംഭിക്കുകയും ചെയ്യും. 250 കിലോ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഹിലി ഡ്രോണിന് 700 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയും. ഓർഡർ ചെയ്യുന്ന ദിവസം തന്നെ സാധനങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുമെന്ന് അൽമനായി പറയുന്നു. 5 മുതൽ 10 വർഷത്തിനകം ഡ്രോൺ പരിഷ്കരിച്ച് കൂടുതൽ മികവുറ്റതാക്കുമെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അടുത്ത വർഷം സ്വയം നിയന്ത്രിത യാത്ര, എയർ ടാക്സിയും സർവീസ് നടത്തും. സ്മാർട്ട് ഗതാഗത രംഗത്ത് ലോകത്തിന്റെ കേന്ദ്രമാകുകയാണ് അബുദാബിയുടെ ലക്ഷ്യം. 40 ലക്ഷം റിയാലിന്റെ ഭവന യൂണിറ്റ് വാങ്ങുന്നവർക്ക് സ്ഥിര താമസാനുമതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് സൗദി അറേബ്യ. അടുത്ത വർഷം തുടക്കത്തിലായിരിക്കും നിയമം പ്രാബല്യത്തിലാവുക. മലയാളികളടക്കമുള്ള വിദേശ നിക്ഷേപകർക്ക് പുതിയ നിയമം ഗുണം ചെയ്യും. വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക, എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് നീക്കം. അടുത്ത വർഷം ജനുവരി 28 മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. വിദേശികളുടെ ഉടമസ്ഥാവകാശം റിയാദ്, ജിദ്ദ, മക്ക, മദീന എന്നീ പ്രധാന നഗരങ്ങളിൽ പ്രത്യേക വ്യവസ്ഥയോടെ ആയിരിക്കും. മുനിസിപ്പൽ ഭവനകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. UAE സ്വകാര്യ തൊഴിൽ മേഖലയിലെ ഏറ്റവും വലിയ പുരസ്കാരമായ എമിറേറ്റ്സ് ലേബർ മാർക്കറ്റ് അവാർഡിൽ ഏറ്റവും മികച്ച വിദഗ്ധ തൊഴിലാളികൾക്കുള്ള പുരസ്കാരം മലയാളിക്ക്. മാനേജ്മെന്റ്, എക്സിക്യൂട്ടീവ് വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് അപേക്ഷകരിൽ നിന്ന് മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ പുരസ്കാരത്തിന് അർഹനായത് കോഴിക്കോട് കുറ്റിച്ചിറ സ്വദേശി അനസ് ഖാദിയാരാകും.
മെനയിലെ ഏറ്റവും വലിയ ആരോഗ്യ സേവന ദാതാവായ ബുർജിൽ ഹോൾഡിംഗ്സിൽ റീജിയണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജറായി ജോലി ചെയ്യുന്ന അനസിന് 24 ലക്ഷം രൂപയുടെ, അതായത് 1 ലക്ഷം ദിർഹത്തിന്റെ ക്യാഷ് അവാർഡ്, സ്വർണ്ണ നാണയം, ആപ്പിൾ വാച്ച്, ഫാസ പ്ലാറ്റിനം പ്രിവിലേജ് കാർഡ്, പ്രത്യേക ഇൻഷുറൻസ് കാർഡ് എന്നിവയാണ് സമ്മാനം. പ്രസിഡൻഷ്യൽ കോർട്ട് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് ഫ്ലോറൽ ഹീറോസ് അഫയേഴ്സിന്റെ ഡെപ്യൂട്ടി ചെയർമാൻ തയാബ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ അബുദാബിയിൽ പുരസ്കാരം സമ്മാനിച്ചു. ഔട്ട്സ്റ്റാൻഡിംഗ് വർക്ക് ഫോഴ്സ് വിഭാഗത്തിലെ മാനേജ്മെന്റ് ആൻഡ് എക്സിക്യൂട്ടീവ് ഉപവിഭാഗത്തിലാണ് അനസ് 1ാം സ്ഥാനം നേടിയത്. അത് വലിയൊരു അഭിമാനകരമായ നിമിഷം തന്നെയാണ്, പ്രവാസികൾക്ക് പ്രത്യേകിച്ചും. ബാറ്ററികളുമായി ബന്ധപ്പെട്ട തീപിടുത്ത സാധ്യതകളെ പ്രതിരോധിക്കുന്നതിന് സുരക്ഷാ പ്രോട്ടോകോളുകൾ പുതുക്കി ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ. ലിഥിയം ബാറ്ററികൾ, പവർ ബാങ്കുകൾ, സ്മാർട്ട് ലഗേജ്, സിഗരറ്റുകൾ എന്നിവ വിമാനത്തിൽ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളാണ് ഒമാൻ എയർ പുറത്തിറക്കിയത്. യാത്ര ചെയ്യുന്നതിന് മുൻപ് ബാഗേജ് മാർഗനിർദ്ദേശങ്ങൾ പരിശോധിക്കാനും നിയന്ത്രിത ഇലക്ട്രോണിക് ഇനങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയ്ക്കായി ഉപഭോക്തൃ സേവനവുമായി ബന്ധപ്പെടാനും ഒമാൻ എയർ യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു. യാത്ര സുരക്ഷിതവും സുഗമവുമാക്കുക എന്നതാണ് പുതുക്കിയ നയം ലക്ഷ്യമിടുന്നതെന്നും രാജ്യാന്തര വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമാണ് ഇതെന്നും എയർലൈൻ അധികൃതർ പറഞ്ഞു. നിയമങ്ങൾ എല്ലാ ഒമാൻ എയർ വിമാനങ്ങൾക്കും ബാധകമാണ്. പവർ ബാങ്കുകൾ ഹാൻഡ് ലഗേജിൽ മാത്രമേ കൊണ്ടുപോകാവൂ. കൂടാതെ ചെക്ക് ഇൻ ബാഗേജുകളിൽ പവർ ബാങ്കുകൾ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. വിമാനയാത്രയ്ക്കിടെ അവ ഉപയോഗിക്കുന്നതിനും ചാർജ് ചെയ്യുന്നതിനും വിലക്കുമുണ്ട്. ഉപകരണങ്ങൾ സീറ്റിനടിയിലോ സീറ്റ് പോക്കറ്റിലോ സൂക്ഷിക്കണം. കേടായതോ ലേബൽ ചെയ്യാത്തതോ ആയ യൂണിറ്റുകൾ സ്വീകരിക്കില്ല. സ്മാർട്ട് ബാഗുകൾക്ക് എയർലൈൻ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നീക്കം ചെയ്യാനാവാത്ത ബാറ്ററിയുള്ള ഏതൊരു ബാഗും ചെക്ക് ഇൻ ചെയ്യാൻ കഴിയില്ല എന്ന് അധികൃതർ അറിയിച്ചു. നീക്കം ചെയ്യാവുന്ന ബാറ്ററിയുള്ള സ്മാർട്ട് ബാഗുകളുമായി യാത്ര ചെയ്യുന്നവർ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുൻപ് ബാറ്ററി പുറത്തെടുത്ത് വിമാനയാത്രയിൽ മുഴുവൻ ക്യാബിനിൽ കൊണ്ടുപോകണം. കൂടാതെ സിഗരറ്റുകളും വേപ്പുകളും ഹാൻഡ് ബഗേജുകളിലോ വ്യക്തികളുടെ കൈവശം മാത്രമേ അനുവദിക്കൂ. കൂടാതെ ചാർജ് ചെയ്യുന്നതോ വിമാനത്തിൽ ഉപയോഗിക്കുന്നതോ അനുവദിക്കില്ല. ഇതേസമയം സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങിയ വ്യക്തിഗത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ PED വിമാന പവർ പോർട്ടുകൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യാനാകും. എന്നാൽ എല്ലായ്പ്പോഴും യാത്രക്കാരന്റെ മേൽനോട്ടത്തിലും സമീപത്തുമായിരിക്കണമെന്നും ഒമാൻ എയർ വ്യക്തമാക്കി. ഫ്ലൈറ്റ് യാത്രയ്ക്കിടെ അഴിച്ചുവെച്ച ബാറ്ററികൾ, പവർ ബാങ്കുകൾ, വേപ്പുകൾ എന്നിവ ചാർജ് ചെയ്യാൻ പാടില്ല. അതേസമയം ഹോവർ ബോർഡുകൾ, ബാലൻസ് വീലുകൾ, മിനി സ്കൂട്ടറുകൾ, മിനി സെഗ്വേകൾ എന്നിവയുൾപ്പെടെ ലിഥിയം ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തിഗത ഗതാഗത ഉപകരണങ്ങളും എയർലൈൻ നിരോധിച്ചിട്ടുമുണ്ട്. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ എന്നിവയുടെ ശുപാർശകളെ തുടർന്ന് വിമാനത്തിനുള്ളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും വിമാനത്തിനുള്ളിൽ അപകടങ്ങൾ തുടർച്ചയായതിനുള്ള നടപടികളുടെ ഭാഗമാണ് ഇതെന്ന് ഒമാൻ എയർ വ്യക്തമാക്കി. അതായത് നമ്മൾ ഇതിപ്പോൾ തന്നെ ഒരു 6ാമത്തെ തവണയാണെന്ന് തോന്നുന്നു ഇത്തരത്തിൽ വിമാനത്തിനകത്ത് യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കേണ്ട മുന്നറിയിപ്പുകൾ പറയുന്നത്. കാരണം ഇത് ആവർത്തിച്ച് പറയാൻ കാരണം എത്രയൊക്കെ മുന്നറിയിപ്പ് വന്നിരുന്നാലും അത് മാത്രമല്ല, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മാർഗ്ഗനിർദ്ദേശം വരുമല്ലോ, നമ്മുടെ കയ്യിൽ എത്രത്തോളം വെക്കാൻ കഴിയുമെന്നുള്ളത്. എന്നിരുന്നാലും ആരും തന്നെ ഇത് പാലിക്കാതെ പോകുന്നു. അത് നിരന്തരം ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടാണ് ആവർത്തിച്ച് ഈ മുന്നറിയിപ്പുകൾ പുതുക്കുന്നത്, ജനങ്ങളെ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ശ്രദ്ധയോടുകൂടി മാത്രം കാര്യങ്ങൾ ചെയ്യാം. നമ്മളുടെ ഒരു അശ്രദ്ധ കാരണം നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരുടെ എല്ലാവരുടെ ജീവനുമായിരിക്കും ആപത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. മറ്റൊരു വാർത്ത, നാട്ടിലേക്ക് പോകാനിരിക്കുന്ന പ്രവാസികൾക്ക് മികച്ച അവസരമായി UAE ദേശീയ ദിനത്തോടനുബന്ധിച്ചുള്ള അവധിയും ക്രിസ്മസ് അവധിയും എത്തുകയാണ്. എന്നാൽ ഏതിനാണ് കൂടുതൽ അവധി ദിവസങ്ങൾ കിട്ടുക എന്നും ഇക്കാലയളവിലെ യാത്രാ നിരക്കുകൾ എങ്ങനെയൊക്കെയാണ് എന്നും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. UAE ദേശീയ ദിനമായ ഈദ് അൽ ഇത്തിഹാദ് ഡിസംബർ 2-നാണ് ആചരിക്കുന്നത്. UAE പൊതു അവധി നിയമപ്രകാരം ആഴ്ചയുടെ തുടക്കത്തിലേക്കോ അവസാനത്തേക്കോ അവധികൾ മാറ്റാനും സാധിക്കും. ഇതുപ്രകാരം ഡിസംബർ 1-ന് അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഡിസംബർ 3 ദേശീയ ദിന അവധിയും വാരാന്ത്യ അവധിയും ചേർത്ത് 5 ദിവസത്തെ അവധിയാണ് ലഭിക്കുക. ദേശീയ ദിന വാരാന്ത്യത്തിൽ ഈ ഹ്രസ്വ ദൂരങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ കുറവാണ് എന്നാണ് യാത്രാ വ്യവസായ മേഖലയിലെ
കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ദീർഘദൂരം, പ്രത്യേകിച്ചും ഈ ക്രിസ്മസ് കാലയളവിൽ ദീർഘദൂര റൂട്ടുകളിൽ ടിക്കറ്റ് നിരക്കുകൾ വളരെ കൂടുതലാണ്. ചില മേഖലകളിൽ 90% വരെ നിരക്ക് വർധനവുണ്ട്. ദേശീയ ദിനത്തോടനുബന്ധിച്ചുള്ള യാത്രാ പാക്കേജുകൾക്ക് 2700 ദിർഹം വരെയാണ് കുറഞ്ഞ നിരക്ക്. സീറ്റുകൾ വേഗത്തിൽ ബുക്ക് ചെയ്യപ്പെടുകയാണ് എന്നും ട്രാവൽ ഏജന്റുമാർ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. നീണ്ട അവധികളും കുടുംബപരമായുള്ള യാത്രകളും കാരണം ക്രിസ്മസ് കാലത്തെ നിരക്കുകൾ കുതിച്ചുയരുകയാണ് എന്ന് ഏജന്റുമാർ പറയുന്നു. മിക്കവർക്കും ദേശീയ ദിനം ശമ്പളത്തോടു കൂടിയുള്ള അവധിയാണ്. പക്ഷേ ക്രിസ്മസ് ദിനം അങ്ങനെയല്ല. അതിനാൽ തന്നെ ദേശീയ ദിനത്തിൽ ഹ്രസ്വദൂര യാത്രകളുടെ നിരക്കും ക്രിസ്മസ് കാലത്ത് ദീർഘദൂര യാത്രകളുടെ നിരക്കും വർദ്ധിക്കാറുണ്ടെന്നും ഏജന്റുമാർ വ്യക്തമാക്കി. 2 അവധി ദിവസങ്ങളിലും പല സ്ഥലങ്ങളിലേക്കുമുള്ള സീറ്റുകൾ വേഗത്തിൽ തന്നെ നിറയുകയാണ്. യാത്രക്കാർ ഉയർന്ന നിരക്കുകൾ നൽകാൻ തയ്യാറായാലും അവസാന നിമിഷം അവർക്ക് സീറ്റുകൾ കണ്ടെത്താൻ പോലും കഴിഞ്ഞേക്കില്ല. ക്രിസ്മസ്, പുതുവത്സര പാക്കേജുകൾക്ക് ദേശീയദിന പാക്കേജുകളെക്കാൾ കുറഞ്ഞത് 30% വില കൂടുതലാണെന്നും ട്രാവൽ ഏജന്റുമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് കൊച്ചിയിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ വ്യത്യസ്തമാണെന്ന് ഏജന്റുമാർ വ്യക്തമാക്കുന്നുണ്ട്. കാരണം കൊച്ചിയിലേക്ക് ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ നിരക്കിൽ വ്യത്യാസം വന്നിരിക്കുന്നത് കൂടുതലായിരിക്കും. ഒരുപക്ഷെ കുറയാനും സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നോക്കാം നമുക്ക്. കാരണം ഡിസംബർ എനിക്ക് തോന്നുന്നു ഡേ ബോയ് ദാവെന്ന പോലെ ആയിരിക്കും പ്രവാസികൾക്ക് തോന്നുന്നു. കാരണം അവധിയോട് അവധിയാണ്, ഒരു അവധികളുടെ ഘോഷയാത്രയാണ് ഡിസംബറിൽ കാത്തിരിക്കുന്നത്. എന്തായാലും അതിനുള്ള പ്ലാനുകൾ ഇപ്പോഴേ തന്നെ തയ്യാറാക്കിക്കൊള്ളുക. പലർക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശമ്പളത്തോടു കൂടിയുള്ള അവധിയായിരിക്കും. അതിനാൽ തന്നെ ആ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തേക്കൊക്കെ പോകാനൊക്കെ തന്നെ നിങ്ങൾ തയ്യാറെടുക്കുക. മറ്റ് വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.